ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മുടെ കിച്ചുവിന്റെ സ്കൂൾ ബസ് വരാറായിട്ടുണ്ട്. നമുക്ക് വേഗം താഴേക്ക് പോവാട്ടോ. ബസ് വരാറായി താഴേക്ക് പോവാന്ന് പറഞ്ഞത് ആൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. മുഖഭാവങ്ങൾ പലതും കാണാട്ടോ. കിച്ചുവിന് ഇപ്പൊ ശരിക്കും വെക്കേഷൻ ടൈം ആണ് കേട്ടോ. പക്ഷെ സമ്മർ സ്കൂളിലേക്കാണ് കിച്ചു പോണത്. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, എനിക്ക് എന്നാ വെക്കേഷൻ എന്ന്. പിന്നെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഇന്ത്യയിലേക്ക് പോണതൊക്കെ ആൾക്ക് ഭയങ്കര വിഷമാണ്. രാത്രി വീട്ടിലേക്കൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ എന്നാ ഇന്ത്യയിൽ പോണേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ജപ്പാനിൽ മെയിൻ ആയിട്ട് 2 വലിയ വെക്കേഷൻസ് ഉണ്ട് കേട്ടോ കുട്ടികൾക്ക്. വിന്റർ വെക്കേഷൻ ഉണ്ടാവും, സമ്മർ വെക്കേഷൻ ഉണ്ടാവും. അത് രണ്ടും 4 ആഴ്ച വീതമാണ്. ചില സ്കൂളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. വെക്കേഷൻ സമയങ്ങളിലെ സമ്മർ സ്കൂൾ, വിന്റർ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഓരോ പരിപാടികളൊക്കെ നടത്തും. കുട്ടികളെ കൊണ്ട് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിക്കലും ഗെയിമും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. മെയിൻ ആയിട്ട് 2 പാരന്റ്സും വർക്കിംഗ് ആയ കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനത്തെ പരിപാടികൾ. മിക്ക സ്കൂളുകളിലും നല്ല റേറ്റ് ആണ് കേട്ടോ ഈ ഒരു സമ്മർ സ്കൂളിനൊക്കെ ചേരണം എന്നുണ്ടെങ്കിൽ. പക്ഷെ കിച്ചുവിന്റെ സ്കൂളിൽ അവിടെ ഓൾറെഡി പഠിക്കുന്ന കുട്ടികൾക്ക് സമ്മർ സ്കൂൾ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ചുമ്മാ വീട്ടിലിരിക്കണേലും ഭേദമല്ലേ, കുട്ടികളൊക്കെ ആയിട്ട് ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാലോ. വീട്ടിലിരുന്നാൽ ചുമ്മാ ബോറടിയാണ്. രാവിലെ തന്നെ ബസ് കാത്ത് നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഗോമീഷ് ചൂഷ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ അടുത്തുള്ള ലൈബ്രറിയിലത്തെ വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. അതേപോലെ പെറ്റ് ബോട്ടിൽസിന് ഒരു വണ്ടി വരും, ബേണബിൾസിന് ഒരു വണ്ടി വരും. അങ്ങനെ ഓരോന്നിനും ഓരോരോ വണ്ടികൾ വന്നും പോയിക്കൊണ്ടേയിരിക്കും. ആ റെഡ് ബ്രിക്ക് ഇട്ട ബിൽഡിംഗ് ആണ് നമ്മുടെ കമ്മ്യൂണിറ്റി സെന്റർ. അതിൻ്റെ ഉള്ളിൽ ഒത്തിരി ഹാളുകളൊക്കെ നമുക്ക് റെന്റിന് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ അതിനുള്ളിൽ ലൈബ്രറി ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കിച്ചുക്കുട്ടൻ പോയി, ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഇനി നമുക്ക് വേഗം ഷോപ്പിങ്ങിന് പോവാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ കിച്ചുക്കുട്ടൻ്റെ ബർത്ത്ഡേ ചെറിയ രീതിയിലൊന്ന് ആഘോഷിക്കുന്നുണ്ടെന്ന്. കുറച്ച് ക്ലോസ് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഇവിടെ താഴത്തെ ഹാളിലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. സണ്ണി മാളിലത്തെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് കേട്ടോ നമ്മൾ വന്നത്. സ്പൈഡർമാൻ തീമിലുള്ള ഒരു ഡ്രസ്സ് തപ്പി ഇറങ്ങിയതാണ്. കണ്ടു, പക്ഷെ അതൊരു വീട്ടിലുള്ള ഡ്രസ്സിൻ്റെ ഒരു ലുക്കായിരുന്നു. അതുകൊണ്ട് അത് അവിടെ തന്നെ തിരിച്ചു വെച്ചു. ഷീനിന്ന് ഞാൻ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നേരത്തിനും കാലത്തിനും എത്തുമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഓർഡർ ചെയ്യാനൊക്കെ നല്ല ലേറ്റ് ആയി പോയിട്ടോ. നമ്മുടെ കിച്ചുക്കുട്ടനോട് ഏത് തീം വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ അവന് ഓരോ ദിവസം ഓരോ നേരത്തിൽ ഓരോ തീമായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു ഒരു സ്പൈഡർമാൻ തീം എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ അങ്ങനെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ഇവിടെ എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മൾ സാധാരണ കടകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡെക്കറേഷൻസും കാര്യങ്ങളും ഒന്നും തന്നെ കിട്ടുന്നില്ല കേട്ടോ. വളരെ ചെറിയ രീതിയിൽ ചെറിയൊരു പാക്കറ്റ് ബലൂൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ നേരത്തെ കാലത്തൊക്കെ പ്ലാൻ ചെയ്ത് ഷീനിന്നോ തേമോന്നോ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ കിട്ടും. ആമസോണിൽ കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇവിടുത്തെ ഡ്രസ്സുകളൊക്കെ നാട്ടിലേക്ക് മേടിച്ചിട്ടുണ്ടായാലേ ആർക്കും അത്ര ഇഷ്ടപ്പെടില്ല. പക്ഷെ നല്ല കോട്ടൺ ആണ് കേട്ടോ, ഇടാനൊക്കെ നല്ല സുഖമാണ്. എവിടെയും കുത്തിത്തറക്കലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാര്യമായിട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് പിറ്റേ ദിവസം ഞാനും ജിതാൻ്റെയും കൂടിയിട്ട് ഹോംസിലേക്ക് പോയി കേട്ടോ. ഹോംസും ആര്യോമാളും തൊട്ടടുത്തടുത്ത് ആണ് കേട്ടോ. വലിയ മാളുകളാണ് രണ്ടും. അപ്പോൾ ഹോംസിലാന്ന് വെച്ചാൽ ചെടികളും അങ്ങനെ ഒത്തിരി ചെടീൻ്റെ വേണ്ട സംഭവങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതിൽ മണ്ണ് ഏതാണെന്നൊക്കെ നോക്കിയതാണ് കേട്ടോ. മേടിക്കാനുള്ള ഉദ്ദേശങ്ങളൊന്നും ഇല്ല, അപ്പോൾ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതാണ്. ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് പോയി കണ്ട് മേടിക്കാനൊക്കെ പറ്റിയ കടയാണ് കേട്ടോ. A to Z ഐറ്റംസ് ഇവിടെ കിട്ടും. ഒത്തിരി പൂച്ചെടികൾ നമ്മൾ നാട്ടിലത്തെ കാണുന്ന പോലെ തന്നെ ചെടികൾ ഇവിടെ ഉണ്ട്. പിന്നെ കറിവേപ്പിൻ്റെ തൈയൊക്കെ ഇടയ്ക്ക് ഈ കടയിൽ വരാറുണ്ട്. അധികം നേരം പുറത്ത് നിൽക്കാൻ പറ്റില്ല, അത്ര ചുട്ട് പഴക്കണ ചൂടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം അകത്തേക്ക് കയറാം. അകത്ത് കയറിയാൽ AC ഒക്കെ ഉണ്ടല്ലോ. പിന്നെ അകത്ത് അത്ര ക്ഷീണമൊന്നും അറിയില്ല, പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ തോന്നില്ല, അതാണ് പ്രശ്നം. വെയിൽ കാരണം പുറത്തിറങ്ങാൻ മടി കാണിച്ചിട്ടേ ഒന്ന് പുറത്തിറങ്ങി കടയിലൊക്കെ പോകുമ്പോഴേ കാണാം നമുക്ക് മാത്രമേ ഉള്ളൂ ഈ മടിയും കാര്യങ്ങളൊക്കെ എന്ന് തോന്നിപ്പോകും. എന്ന് വെച്ചാൽ അത്രയും പ്രായമായവരും വളഞ്ഞു കൂടിയവരും കൂന് കൂടിയവരും ഒക്കെ ആയിരിക്കും ഇങ്ങനെ കടയിലേക്കും പൊരി വെയിലത്തൊക്കെ നടക്കുന്നുണ്ടാവും അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഷിമമുറ, ഒരു ചെയിൻ സ്റ്റോറാണ് കേട്ടോ. അഫോർഡബിൾ റേറ്റിന് ഡ്രസ്സൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കട ബെസ്റ്റാണ് കേട്ടോ. ഈ ഷോപ്പിലെ ഇടയ്ക്ക് വമ്പൻ ഓഫറുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ രാവിലെ ഒരു 10 മണിയാകുമ്പോഴേ ആൾക്കാർ ക്യൂ നിന്നിട്ടാണ് കേട്ടോ വെയിറ്റ് ചെയ്യുക. കട തുറന്ന പാടെ അകത്തേക്ക് കയറിയിട്ട് ഓഫറുള്ള സെക്ഷനുകളിലേക്ക് പോയിട്ട് ഇങ്ങനെ സാധനങ്ങൾ എടുത്ത് വരുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെ പ്രായമായവരൊക്കെ ഉണ്ടാവും കേട്ടോ ക്യൂല്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തപ്പി കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമൊന്നല്ല കേട്ടോ. ഇങ്ങനെ ഓഫറിന് ഓരോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിങ്ങനെ തപ്പി തിരഞ്ഞെടുക്കാൻ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. അപ്പം അത്ര അധികം ഡ്രസ്സുകൾ തിങ്ങി നിറഞ്ഞാവും ഉണ്ടാവുക. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ യൂണിക്ലോ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ കയറി. യൂണിക്ലോ ഒരുവിധം പേർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അവിടെയും കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ബ്ലൂ കളർ ഓർ റെഡ് കളർ തീമിലുള്ള ഒരു ഡ്രസ്സ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി നേരെ കാണുന്നത് ഹണീസ്. അവിടെയും കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. പിന്നെ നമുക്ക് അവിടെ എല്ലാം പോകേണ്ട അതിൻ്റെ സൈഡിലായിട്ട് ഈ റാബിറ്റിൻ്റെ പടം കാണുന്ന നിഷിമത്സിയ എന്ന് പറഞ്ഞ ഷോപ്പിൽ കേട്ടോ. കുട്ടികളുടെ ഡ്രസ്സ് ഇങ്ങനെ അടക്കി ഇട്ടിരിക്കുന്ന ഒരു കടയാണ്. ഏറ്റവും അഫോർഡബിൾ ആയിട്ട് കുട്ടികളുടെ ഡ്രസ്സ് കിട്ടുന്ന കടയാണ് നമ്മുടെ നിഷിമത്സുയ.
എൽഫിൻ ഡോൾ എന്ന് പറഞ്ഞൊരു ക്ലോത്തിങ് ബ്രാൻഡാണ് കേട്ടോ. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. പിന്നെ അത്ര വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിച്ച് ആരും പോകരുത്. ചില ഡ്രസ്സൊക്കെ രണ്ടലക്കനെ ഉണ്ടാവുള്ളൂ, ചിലത് പക്ഷേ ഈട് നിൽക്കുന്നതും ഉണ്ട് കേട്ടോ. ജിക്കുവിൻ്റെ സ്കൂളിൽ ഇപ്പോഴും യൂണിഫോം ഒന്നും ഇല്ല, അപ്പോൾ ഡെയിലി കളർ ഡ്രസ്സ് വേണം. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവിടെ നിന്നൊക്കെ മേടിക്കണതാണ് ലാഭകരം. 299, 199 ഇടയ്ക്ക് ഓഫർ ഉണ്ടാവും. അപ്പോൾ വളരെ വളരെ ചീപ്പായിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിൽ പോകാം കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന റെഡ് ടീഷർട്ട് ഇല്ലേ, തലേ ദിവസം ഞാൻ വേറൊരു നിഷി മെച്ചിയിൽ പോയപ്പോൾ അവിടെ നിന്ന് കിച്ചുവിൻ്റെ സൈസിലൊരെണ്ണം മേടിച്ചായിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ജിക്കു ചോദിച്ചേ, എൻ്റെ അമ്മ എനിക്ക് മേടിക്കാൻ, ഞാൻ എൻ്റെ ക്ലാസ്സിൽ 2-3 പേർക്ക് ആ ടീഷർട്ട് ഉണ്ട്, അപ്പോൾ എനിക്കും വേണമായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് ജിക്കുവിന് മേടിച്ചു കേട്ടോ. അപ്പോൾ അതാണ് സ്കൂളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേർക്ക് ഒരേപോലത്തെ ടീഷർട്ടായിരിക്കും ഈ നിഷി മെച്ചി എന്നാണ് മിക്കവരും ഷോപ്പിംഗ് ഒക്കെ ചെയ്യുക കേട്ടോ. പൊതുവേ തുണിക്കടകളിലത്തെ സ്റ്റാഫിന് വലിയ പണികളുള്ളതായിട്ട് തോന്നാറില്ല. എന്ന് വെച്ചാൽ നമ്മൾ വല്ല ഡ്രസ്സൊക്കെ നോക്കണമെന്ന്, നമുക്ക് ഏതെങ്കിലും മോഡലൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അവർ പറയും ഇവിടെ കിടക്കണതേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും ഇല്ല എന്ന്. അപ്പോൾ നമ്മൾ തന്നെ നമുക്ക് കണ്ടുപിടിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പിന്നാലെ നടന്നൊരു ശല്യത്തിനും വരില്ല, അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് നോക്കിയെടുക്കാം. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു. ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഓക്കെ സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ട്യൂണമയോ ഒനിഗിരി മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ജിതാൻ്റെയും ഫേവറേറ്റ് ആണ്. ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് കേട്ടോ മേടിച്ച് കഴിക്കുക. അപ്പോൾ ഡ്രിങ്ക്സ് ആയിട്ട് ജിഞ്ചറയിലും കൂടി എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഇരുന്ന് കഴിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാനാണ് കേട്ടോ പ്ലാന്. അപ്പോൾ ബില്ലൊക്കെ ഇട്ടിട്ട് നമ്മൾ വിചാരിച്ചു തൊട്ടടുത്ത് തന്നെ ഒരു ആരിയോ മാൾ ഉണ്ട്, അപ്പോൾ അവിടേക്കും കൂടി പോകാമെന്ന്. അങ്ങനെ നമ്മൾ ആരിയോ മാളിൽ എത്തിപ്പോയി. വലിയ കറക്കത്തിനുള്ള സമയമൊന്നുമില്ല, വീട്ടിലെത്തിയിട്ട് ജോലിക്ക് കയറണം കേട്ടോ. അപ്പോൾ ഇതാണ് ജിയു എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. ജിയു എന്നും ഗു എന്നൊക്കെ പറയും. അവിടെയും കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ക്ലോത്തിങ് സ്റ്റോറാണ് കേട്ടോ, ഒരു ചെയിൻ സ്റ്റോറാണ്. അപ്പോൾ അവിടെയും ഒന്ന് കറങ്ങി നോക്കി, ചേട്ടന് പറ്റിയ ബ്ലൂവോ റെഡോ കളറൊക്കെ ടീഷർട്ട് ഉണ്ടോയെന്ന്. അവിടെ നിന്നും ഒന്നും കിട്ടിയില്ല കേട്ടോ. ഒരു കറക്കം കറങ്ങി വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അടുത്തതായിട്ടൊരു മിഠായി കടയിൽ കയറി. അപ്പോൾ റിട്ടേൺ ഗിഫ്റ്റിൽ ഇടാനുള്ള സ്നാക്സ് ഐറ്റംസ് തപ്പി ഇറങ്ങിയതാണ് കേട്ടോ. മിഠായി പോലത്തെ സംഭവങ്ങളൊക്കെ, റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഷീനിൽ നിന്ന് ഓർഡർ ചെയ്തു. സ്കൂളിലേക്ക് വേണ്ടിയിട്ട് മേടിച്ചത് ഞാൻ മുമ്പ് കാണിച്ചായിരുന്നല്ലോ. ഇപ്രാവശ്യം ഇവിടേക്ക് ബാക്കി ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഷീനിൽ നിന്ന് വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലിടാനാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ കട നല്ല സൂപ്പർ കടയാണ് കേട്ടോ. കണ്ട് നടക്കാൻ നല്ല രസമാണ്. 20 എണ്ണ 30 എണ്ണ ആ റേഞ്ചിൽ ഇഷ്ടം പോലെ ഐറ്റംസും ഉണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉള്ള ഐറ്റം വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനിതൊക്കെ എടുത്തു. ഒനിഗിരിയുടെ സൈഡായിട്ട് കഴിക്കാനേ ഞങ്ങളൊരു പ്ലേറ്റ് ഗ്യോസ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യോസൊക്കെ കഴിച്ച് എനിക്ക് ഓർമ്മ തന്നെ ഇല്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജിതാൻറ്റി പറഞ്ഞിട്ട് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഒനിഗിരിയും കഴിച്ചു, ഗ്യോസയും കഴിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ എന്തോ ഗോൾഡൻ ഫിഷിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒന്ന് ഓടിച്ച് വീഡിയോ എടുത്തു, വേഗം അവിടെ നിന്നും ഇറങ്ങി കേട്ടോ. അങ്ങനെ നട്ടപ്പര വെയിലത്ത് നല്ല വാടിക്കരിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എന്തുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനും ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.